ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ കേസാണ്. ഒരു 15 വയസ്സായ പെൺകുട്ടി റെക്കറന്റ് ആയിട്ടുള്ള ആങ്കിൾ ഡിസ്ലൊക്കേഷൻ, പല പ്രാവശ്യമായിട്ട് ആങ്കിളിന്റെ കുഴ തെറ്റുന്നു. ഫൈനലി ആ പേഷ്യന്റ് നമ്മളൊരു സ്ട്രെസ് എക്സസൈസ് എടുത്തു. ഭയങ്കരമായിട്ടുള്ള ആങ്കിൾ അൺസ്റ്റേബിൾ ആണ് നമുക്ക് മനസ്സിലായി. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ആ പേഷ്യന്റിന് നമുക്കൊരു MRI എടുത്തത്. MRI എടുത്തപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ATFL എന്ന് പറയുന്ന ലിഗമെന്റ് ഉണ്ട്, ആന്റീരിയർ ടൈലോഫിബുലർ ലിഗമെന്റ്. അത് പൊട്ടിയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാനും ഡോക്ടർ അർജുൻ, നമ്മുടെ ഹോസ്പിറ്റലിലെ ഫുട്ട് ആൻഡ് ആങ്കിൾ സർജനാണ്, ഞാൻ ഇവിടുത്തെ സ്പോർട്സ് സർജനാണ്. ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ കേസ് ഫോർവേഡ് ചെയ്യുന്നത്. ബാക്ക് ടു അർജുൻ. നമുക്ക് MRI കാണാൻ പറ്റും. ATFL എന്ന് പറയുന്ന ലിഗമെന്റ് കംപ്ലീറ്റ് ആയിട്ട് ടിയർ ആയിരിക്കുകയാണ്. അതായത് കാലിൻ്റെ ലാറ്ററൽ മാലോളസ് എന്ന് പറയുന്ന ഒരു എല്ലിന്ന് ടാലസ് എന്ന് പറയുന്ന ഒരു എല്ലിലേക്ക് വരുന്ന ഒരു ലിഗമെന്റാണിത്. അപ്പോൾ ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ പ്രൈമറി ആയിട്ട് ഈ പൊട്ടിയ ലിഗമെന്റിനെ വീണ്ടും എല്ലിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ചേർക്കുക എന്നുള്ളതാണ്. ബട്ട് ഈ പേഷ്യൻ്റ് ഒരു സ്പോർട്സ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ സിമ്പിൾ റിപ്പയർ കൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മളൊരു ഫൈബർ ടേപ്പ് ഓഗ്മെന്റേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ഫൈബർ ടേപ്പ് ഒരു ഇംപ്ലാന്റ് ഉപയോഗിച്ച് ആ ലിഗമെന്റിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് സർജറിയിൽ കാണാം. നമ്മൾ സർജറിക്ക് മുന്നേ കാല് എത്രമാത്രം ലൂസാണെന്ന് പരിശോധിക്കുന്നു. 2 എക്സ്റേയിൽ എല്ലുകൾ തമ്മിൽ തെന്നിപ്പോകുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള എക്സ്റേ എത്രമാത്രം സ്റ്റേബിൾ ആണ് എന്നുള്ളത്.